കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്താകുമ്പോൾ രാഹുൽ അനുകൂലികൾ പറയുന്ന പല വാദങ്ങളും പൊളിഞ്ഞു വീഴുകയാണ്. ബലാത്സംഗത്തിനിരയായ യുവതിയും വിവാഹം ചെയ്തതല്ലേ, അതിലൊരു കുട്ടിയില്ലേ അവർക്ക് എന്നൊക്കെയുള്ളതായിരുന്നു രാഹുൽ അനുകൂലികളുടെ പ്രധാന പ്രതിരോധം. എന്നാൽ യുവതിയും രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്നും വിവാഹബന്ധം നീണ്ടുനിന്നത് 1 മാസം മാത്രമാണെന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകുമ്പോൾ ആ വാദങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവുകയാണ്. ആദ്യ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22 ക്ഷേത്രത്തിൽ വെച്ചാണ്. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞുവെന്നും യുവതി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൊടുത്ത മൊഴിയിൽ പറയുന്നു. രാഹുലിന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങളെ പൊളിക്കുന്നതാണ് യുവതിയുടെ നിർണായക മൊഴി. രാഹുലുമായി പരിചയപ്പെടുന്നത് വിവാഹബന്ധം ഒഴിഞ്ഞ് 5 മാസത്തിന് ശേഷമാണെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. വിവാഹിതയ്ക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകുമെന്ന രാഹുലിന്റെ വാദത്തിനെതിരാണ് ഈ മൊഴി. ഭർത്താവിരിക്കെയാണ് യുവതി രാഹുലുമായി ബന്ധപ്പെട്ടതെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഈ വാദത്തെയും പൊളിക്കുന്നതാണ് യുവതിയുടെ മൊഴിയിലെ വിവരങ്ങൾ. വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. 2024 ഓഗസ്റ്റിലായിരുന്നു വിവാഹം. ഒരു ക്ഷേത്രത്തിലായിരുന്നു കല്യാണം. 4 ദിവസം കൊണ്ട് തന്നെ ഭർത്താവുമായി തെറ്റി. ഭർത്താവിന് സംശയരോഗമായിരുന്നുവെന്നാണ് സൂചന. കൂടെ ജോലി ചെയ്തിരുന്നവരെയെല്ലാം സംശയിച്ചു. ഇതോടെയാണ് വിവാഹം ഒഴിഞ്ഞത്. എന്നാൽ ഔദ്യോഗികമായി കല്യാണം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡൈവോഴ്സിലേക്ക് പോയതുമില്ല. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷമെന്ന് പരാതിക്കാരിയായ യുവതി അടിവരയിട്ട് പറയുന്നു. 2024 ഓഗസ്റ്റ് 22 ആദ്യ വിവാഹം നടന്നത്. 4 ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ഈ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി പറയുന്നു. രാഹുലുമായി പരിചയപ്പെടുന്നത് പിന്നീട് 5 മാസത്തിനു ശേഷമെന്നും യുവതി പറയുന്നുണ്ട്. പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ വിശദമായി വ്യക്തമാക്കിയത്. ഇതോടെ വിവാഹിതയാണെന്ന വിവരം മറച്ചുവെച്ചാണ് യുവതി രാഹുലുമായി ബന്ധമുണ്ടാക്കിയതെന്ന രാഹുൽ അനുകൂലികളുടെ പ്രധാന വാദവും പൊളിഞ്ഞു. വിവാഹിതയാണെന്ന് അറിഞ്ഞാണ് അടുപ്പം തുടങ്ങിയതെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സമ്മതിക്കുന്നുമുണ്ട്. 2025 മാർച്ച് 4 തൃക്കണ്ണാപുരത്തെ അതിജീവിതയുടെ ഫ്ളാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുൾപ്പെടെയാണ് FIRലെ പ്രധാന പരാമർശങ്ങൾ. മാർച്ച് 17 ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി. ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് തുടർച്ചയായ ഭീഷണി. അതിജീവിത ഗർഭിണിയാണെന്നറിഞ്ഞും നിരന്തരം പീഡനം തുടർന്നുവെന്നും FIRൽ പറയുന്നു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഏപ്രിൽ 22 തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചും മെയ് അവസാനം പാലക്കാട്ടെ പ്രതിയുടെ വീട്ടിൽ വെച്ചും പലതവണ പീഡിപ്പിച്ചുവെന്നും FIRൽ പറയുന്നുണ്ട്. അതേസമയം യുവതി വിവാഹിതയാണെന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നുവെന്ന് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് സമ്മതിച്ചിട്ടുമുണ്ട്. ഭർത്താവിന്റെ ഉപദ്രവങ്ങൾ വിവരിച്ചാണ് തന്നോട് സംസാരിച്ചതെന്നും ആ ബന്ധമാണ് വളർന്നതും പിന്നീട് ലൈംഗിക ബന്ധത്തിൽ എത്തിയതെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പുറത്തു വന്ന ശബ്ദ സന്ദേശം അത് തൻ്റെ തന്നെയാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ സമ്മതിക്കുന്നു. മാത്രമല്ല, വിവാഹിതയായ യുവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല, അവരുടെ ഭർത്താവാണ്. ഗർഭഛിദ്രം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തതെന്നുമാണ് രാഹുൽ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. പരാതിക്ക് പിന്നിൽ CPM BJP ഗൂഢാലോചനയാണ്. യുവതിയുടെ ഭർത്താവ് BJPയുടെ പ്രാദേശിക നേതാവാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിലും ദുരൂഹതയുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് യുവതി. പരാതി നൽകിയില്ലെങ്കിൽ സ്ഥാപനത്തിൽ തുടരാനാകില്ലെന്ന് മാനേജ്മെന്റ് അറിയിച്ചതായുള്ള യുവതിയുടെ ശബ്ദ സന്ദേശമടക്കം ഹാജരാക്കാൻ തയ്യാറാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേസെടുത്തത്. തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുകയാണ് ലക്ഷ്യം. ഇത്തരത്തിൽ ഗുരുതരമായ ചില വാദങ്ങളും ആരോപണങ്ങളും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കേസിൽ നിന്ന് അന്വേഷണ സംഘം യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെയും മൊഴിയെടുക്കും. ഡോക്ടറുടെ മൊഴി കേസിൽ അതിനിർണായകമാണ്. അതേസമയം നേരത്തെ സംസ്ഥാനം വിട്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിലുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റുമായിട്ടുള്ള ഫസലും പാലക്കാടുണ്ട്. ഫസലിന്റെ ഫോൺ വ്യാഴാഴ്ച വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ രാവിലെ മുതൽ ഫസലും ഡ്രൈവറും MLA ഓഫീസിലുണ്ട്. അതേസമയം മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ടെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിന് നിലവിൽ നിയമതടസ്സങ്ങളില്ല. രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ രാഹുൽ പാലക്കാട് തന്നെ തുടരുന്നുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. മുൻകൂർ ജാമ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന നിയമോപദേശത്തെ തുടർന്നാണ് രാഹുൽ പാലക്കാട് തുടരുന്നതെന്നാണ് വിവരം. പരാതിക്ക് പിന്നിൽ CPM BJP ഗൂഢാലോചനയാണെന്നാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. യുവതിയുടെ ഭർത്താവ് BJPയുടെ പ്രാദേശിക നേതാവാണ്. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിലും രാഹുൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്.
എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേസെടുത്തതെന്ന ഒരു വാദം കൂടി രാഹുൽ പറയുന്നുണ്ട്. ബലാത്സംഗം, നിരന്തരം പീഡിപ്പിക്കൽ, ഉപദ്രവിച്ച് പീഡനം, അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ, നിർബന്ധിച്ച് ഗർഭചിത്രം, വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഗൗരവം കണക്കിലെടുത്ത് നിയമ പോലീസിന് കൈമാറിയ കേസ് പുതിയ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. ഇതിനായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DCP അസിസ്റ്റന്റ് കമ്മീഷണറും ഈ സംഘത്തിലുണ്ട്. ഒളിവിൽ കഴിയുന്ന രാഹുൽ രാജ്യം വിട്ടു പോകാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റു പെൺകുട്ടികളോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും അതിജീവിത പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം രാഹുലിനെ ന്യായീകരിക്കുന്നവർ വാദിക്കുന്ന വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമെന്ന കുറ്റം ചുമത്താതെ ഭ്രൂണഹത്യ പ്രധാന ആയുധമാക്കി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.